തെറ്റായ രേഖ ചമച്ച് പെൻഷൻ വാങ്ങിയത് ഗുരുതരമായ തെറ്റാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകും. തെറ്റുകാരുടെ പേരുകൾ പുറത്തുവിടാത്തതിൽ ജീവനക്കാരുടെ സംഘടനകൾ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല. ഒരു ചെറിയ വിഭാഗം തെറ്റ് ചെയ്യുന്നതിന് സംഘടനകൾ മൊത്തത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. അന്വേഷണം നടത്താനായിട്ട് ഡിപ്പാർട്ട്മെന്റ് 1400-ലധികം ആളുകളുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുകൾ പരിശോധിച്ചിട്ടാണല്ലോ കേസെടുക്കുക എന്നുള്ളതല്ല. ആദ്യമേ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ലേ വേറെ എന്ത് വേണമെന്ന് വരുന്നത്. എന്തായാലും തെറ്റായ രേഖകൾ ചമയ്ക്കുകയോ തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. അതിന് യാതൊരു തർക്കവും. പക്ഷെ അത് പരിശോധിച്ച് ഓരോ വകുപ്പുകളിലേക്കും ഉള്ളത് അയച്ചു കൊടുക്കുക. അതിൻ്റെ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് വന്ന വിവരമാണ്. അവരത് നോക്കണം. അതിൻ്റെ ഇനിയിപ്പോൾ എന്തെങ്കിലും അതിനകത്ത് പരിശോധിക്കാനുണ്ടോ നോക്കണം. പിന്നെ ഈ ആളുകളോട് വിശദീകരണം ചോദിക്കണം. കാര്യങ്ങൾ വേണം. അങ്ങനെ ഒരു നടപടിക്രമമല്ലേ നിങ്ങൾ പറയുന്നത്. ആദ്യമേ കേസെടുക്കുക. അതൊക്കെ നടപടിക്രമം അനുസരിച്ച് എന്താണെന്നൊക്കെ അവർ ചെയ്യും. അത് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പൈലറ്റ് അടിസ്ഥാനത്തിൽ ചില പരിശോധനകൾ നടത്തും. റാൻഡം ചെക്കിങ്. കാരണം ഇത്രയേറെ ആളുകളുണ്ട് അതിനകത്ത്. ഈ 1,00,000 രൂപയാണ് വരുമാനം. അങ്ങനെയുള്ള പല ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ അല്ലാതെ മേടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിനകത്ത് ചെയ്ത ആളുകൾ, അത് കൊടുത്ത് വാങ്ങുന്ന ആളുകൾ, അതിൻ്റെ ഉത്തരവാദിത്വം വഹിച്ച ഉദ്യോഗസ്ഥരൊക്കെ അത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അതുകൂടെ കൊടുത്തതേ ഉള്ളൂ. അത് പ്രാഥമിക അന്വേഷണം വന്നിട്ടുണ്ട്. എന്നാലും ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ അത് പരിശോധിക്കുന്നത്.